Welcome back, my dear students. Previous lecture we have discussed about infinite limits, meaning the definition for a function to tend to infinity whenever x approaching to a particular point. Now, in this lecture, we will be discussing about limits at infinity. So, previous lecture we have discussed that x tends to c ആകുമ്പോൾ f of x ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആകാനുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നൗ വാട്ട് അബൌട്ട് വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഓർ എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, എഫ് ഓഫ് എക്സ് ടെൻസ് ടു എ നമ്പർ ഓർ എഫ് ഓഫ് എക്സ് ടെൻസ് ടു ഈവൻ ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി. ഇതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി കോൾഡ് ദ ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി. ഇത് ഇൻഫിനിറ്റി എന്നുള്ള പോയിൻറ്റ്സിലുള്ള ലിമിറ്റ്സ് ആണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. സോ ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ പ്രീവിയസ് ഡെഫിനിഷൻ ദാറ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് എഫ് ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഫോർ എവരി positive number alpha or for every delta greater than 0 we find a positive number k or alpha such that f of x is greater than alpha, and in the case of minus infinity we found an alpha such that f of x is less than alpha. Okay, now similar results can be used in the case of x tends to infinity or x tends to minus infinity f of x. But ഇവിടെ the idea is that, let us say f of x approaches to a particular L when x tends to infinity ആകണമെന്നുണ്ടെങ്കിൽ the distance between f of x and L becomes shorter and shorter as x becomes larger and larger. Okay, so that's the main idea about limits at infinity. So when x tends to infinity ആകുമ്പോൾ, let's say f of x tends to L, which is denoted by limit x tends to infinity f of x is equal to L എന്ന് പറയണമെങ്കിൽ you got to get the idea that f of x ഉം L ഉം തമ്മിലുള്ള distance should be less than epsilon whenever x becomes larger and larger. So associated with this epsilon you have to find a k, a real number k, such that x should be greater than k ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ. അതായത് എഫ് ഓഫ് എക്സ് ഷുഡ് ബി അപ്രോച്ചിങ് ടു എൽ വെന്നെവർ കെ ബിക്കംസ് ലാർജർ ആൻഡ് ലാർജർ. അപ്പോൾ കെ എത്ര വലുതാകുന്നോ അതിനനുസരിച്ച് എഫ് ഓഫ് എക്സ് എന്തിനോട് എടുക്കണം, എല്ലിലേക്ക് എടുക്കണം. അങ്ങനെയാണെങ്കിൽ വി ഗെറ്റ് ടു സേ ദാറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഗോസ് ടു എൽ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. This is the general idea about limits at infinity. Using the similar idea, we can say that limits at minus infinity as well. So limits at minus infinity, limit x tends to minus infinity f of x is equal to L എന്ന് പറയണമെങ്കിൽ it should be noted that f of x ഉം L ഉം തമ്മിലുള്ള ഡിഫറൻസ് should be arbitrarily small whenever x becomes smaller and smaller. അപ്പോൾ എക്സ് ഇവിടെ എക്സ് വളരെ വലുതാകുമ്പോൾ എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് പോവുകയാണെങ്കിൽ വി സേ ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ. ഇനിയും ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ആണെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓർ ഡിഫറൻസ് ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ whenever x is less than k. അപ്പോൾ ഞാൻ എത്ര ചെറിയൊരു k എടുത്തെന്ന് പറഞ്ഞാലും ആ കെയെക്കാട്ടിലും ചെറുതാകുമ്പോൾ അല്ലെങ്കിൽ എക്സ് വളരെ ചെറുതായി വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ഗോ ടു എൽ, എഫ് ഓഫ് എക്സ് ഷുഡ് ബി അപ്രോച്ചിങ് ടു എൽ. അങ്ങനെയാണെങ്കിൽ വി സേ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ദിസ് ഈസ് ദ ജനറൽ ഐഡിയ അബൌട്ട് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി. സോ ഇവിടെ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഗെറ്റ് some real number, not a small real number, maybe a large real number, maybe a
negative real number which is as small as possible. So the idea is that whenever x becomes larger and larger, the value of the image f of x should approaches to a particular L. If at all it approaches to a particular L, then we say that limit x tends to infinity f of x is equal to L. Whenever x is smaller and smaller, if f of x is approaching to L, as x approaching to a smaller and smaller number, then we get to say that limit x tends to minus infinity f of x is equal to L. That's the general idea. Now let us formally state this. We formally state the definition as that a subset of R, f from A to R be a function, and suppose that interval A infinity is subset of A, which means that after a certain stage, every real number should be belonging to A. കാരണം എക്സിൻ്റെ അകത്തെ എലമെൻറ്റ്സ് എയ്ക്കകത്തെ എലമെൻറ്റ്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നെങ്കിൽ മാത്രമേ നമ്മൾ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇൻ ഓർഡർ ടു ഡു ദാറ്റ്, ആഫ്റ്റർ എ സർട്ടൺ സ്റ്റേജിന് ശേഷമുള്ള എല്ലാ റിയൽ നമ്പറും ഷുഡ് ബി ബിലോങ്ങിങ് ടു എ. Then we say that L is said to be the limit of f as x tends to infinity, or it is denoted by limit x tends to infinity f of x is equal to L. For every epsilon greater than 0, there exists a k which is greater than this a. This is our choice, such that for any x greater than k, modulus of f of x minus L is less than epsilon. അതായത് ഒരു ഫംഗ്ഷൻ എല്ലിലേക്ക് പോകുന്നു, ആ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയണമെങ്കിൽ ഞാൻ ഏത് ചെറിയ നമ്പർ എടുത്തെന്ന് പറഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐ ഗെറ്റ് ടു ഫൈൻഡ് എ ലാർജ് നമ്പർ കെ സച്ച് ദാറ്റ് ഒരു സ്റ്റേജിന് ശേഷം, അതായത് കെ എന്ന് പറഞ്ഞ റിയൽ നമ്പറിന് ശേഷമുള്ള ഏത് നമ്പർ എടുത്തെന്ന് പറഞ്ഞാലും എക്സ് വിച്ച് ബിലോങ്സ് ടു എ, അതിൻ്റെ ഇമേജ് ഷുഡ് ബി ക്ലോസർ ടു എൽ. ദാറ്റ്സ് ഐഡിയ. അപ്പം എക്സ് എത്രമാത്രം വലുതാകുന്നു അതിനനുസരിച്ച് എഫ് ഓഫ് എക്സ് ഷുഡ് ബി അപ്രോച്ചിങ് ടു എൽ. നൗ സിമിലർലി, in order to establish that limit x tends to minus infinity f of x is equal to L, we with a condition that a subset of R and f from A to R be a function, and minus infinity a is a subset of A, where small a is a some real number. ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്തതിൻ്റെ കാര്യം എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആകണം. സോ വിച്ച് മീൻസ് ദാറ്റ് എക്സ് ഷുഡ് ബി ദ എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് ഷുഡ് ബി approaching to minus infinity. എങ്കിൽ മാത്രമേ we get to define limit x tends to minus infinity f of x. Now L is said to be the limit of f as x tends to minus infinity, or it is denoted by limit x tends to minus infinity f of x is equal to L. Given any epsilon greater than 0, there exists a k which should be less than a, such that x less than k ആകുമ്പോൾ, x less than k ആകുമ്പോൾ modulus of f of x minus L should be less than epsilon, which means that അതായത് എക്സ് എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യണം എക്സ് വളരെ ചെറുതാകുമ്പോൾ. ഓക്കെ, അപ്പോൾ എക്സ് ചെറുതായിക്കൊണ്ടിരിക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി അപ്രോച്ചിങ് ടു എൽ, or the distance between f of x and L should be smaller and smaller. That's the general idea. Okay, now let us discuss some problems. First question, that g of x is equal to 1 by x comma x not equal to 0, and we have to prove that limit x tends to infinity g of x is equal to limit x tends to minus infinity g of x is equal to 0. So x tends to infinity ആകുമ്പോൾ 1 by x goes to 0 എന്നും x tends to minus infinity ആകുമ്പോൾ 1 by x goes to 0 എന്നും എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എക്സ് വളരെ വലുതാകുമ്പോൾ 1 by x becomes smaller and smaller. Okay, so it goes to 0 as x becomes larger and larger. That's the intuition. So let us formally prove this. So first we will establish that
limit x tends to infinity, 1 by x is equal to 0. So for that, consider any real number k or epsilon belongs to R, k be any real number which is very large real number. Whenever x greater than k is positive and x is also positive. Okay, then 1 by x should be less than 1 by r, and which implies modulus of 1 by x should be less than 1 by r alla k, which is called the epsilon, or modulus of 1 by x minus 0 should be less than epsilon is equal to 1 by k whenever x greater than k. Okay, this is trivial. അപ്പോൾ നമുക്ക് ഇവിടെ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എപ്സിലോൺ കിട്ടി, അല്ലെങ്കിൽ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഗെറ്റ് എ കെ, അല്ലെങ്കിൽ വി ക്യാൻ ഫോർമലി ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സ്റ്റേറ്റ് ദിസ് modulus of 1 by x minus 0 is less than epsilon, implies 1 by x is less than epsilon. So x is greater than 1 by epsilon. ഈ 1 by epsilon നമ്മൾ k ആയിട്ട് എടുത്തു. Okay, corresponding to epsilon we find a k such that modulus of 1 by x minus 0 is less than epsilon whenever x is greater than k, which by definition means that limit x tends to infinity, g of x is equal to 0. Similarly, we choose a number k which belongs to R and choose that x is less than R. X is less than k, not R, less than k. Then 1 by x is greater than 1 by r k എന്ന് കിട്ടത്തുള്ളൂ. Okay, which is not what we wanted. So we do in other terms. We choose a k which is actually a negative number. Okay, let k be a negative number, and we choose x less than k. So x less than a negative number. Now we multiply with minus. So minus x is greater than minus k, which is a positive number. Okay, now this implies modulus of minus x is greater than modulus of minus k. Modulus of minus x modulus of x same ആണ്. Okay, or in other words, modulus of x is greater than some real number എന്ന് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. Now using this we take the reciprocal, that is minus 1 by x is less than minus 1 by k. Now we take the modulus. ഇവിടെ modulus എടുക്കുന്നു, which implies modulus of minus 1 by x should be less than modulus of minus 1 by k. Now minus 1 by k is positive കാരണം നമ്മൾ k നെഗറ്റീവ് റിയൽ നമ്പർ ആയിട്ടാണ് ചൂസ് ചെയ്തത്. minus 1 by k is actually positive, so we choose this as our epsilon. Okay, അല്ലെങ്കിൽ we choose epsilon as 1 by modulus of k. That's far more better കാരണം രണ്ടിൻ്റെ ആൻസർ സെയിം കിട്ടും. Okay, now minus 1 by x അതിൻ്റെ മോഡുലസും is, or 1 by x ൻ്റെ modulus is actually same. So which means that 1 by x is less than 1 by modulus of k. This is chosen as epsilon whenever x is less than k, where k is chosen to be a negative real number. Okay, so associated with this epsilon I have found a k, or vice versa
I have found a k such that modulus of 1 by x should be less than epsilon, or modulus of 1 by x minus 0 should be less than epsilon whenever x is less than k. അതായത് എക്സ് ചെറുതായി വരുമ്പോൾ 1 by എക്സും 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഷുഡ് ബി സ്മോളർ ആൻഡ് സ്മോളർ. Okay, so this is the formal definition of limit x tends to minus infinity. So limit x tends to minus infinity 1 by x should also be equal to 0. This can be easily obtained by definition. Now let us discuss one more example. Limit x tends to infinity 1 by x square and limit x tends to minus infinity 1 by x square, both of them is equal to 0. First part is trivial. നമ്മൾ x tends to infinity ആകുമ്പോൾ x becomes a larger and larger number. So x should be greater than any positive number. കാരണം x വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. So choose x greater than or equal to 1. കാരണം x greater than or equal to 1 ആയാലും മതി. കാരണം x tends to infinity ആണ്. So number should be larger than larger. So x greater than 1 ആകുമ്പോൾ x square is greater than x. Okay, which implies that 1 by x square is less than 1 by x. Okay, so to sum up the whole thing, this is implies 0 less than 1 by x square less than 1 by x. Now we can use squeeze theorem for this. As x tends to infinity ആകുമ്പോൾ 0 goes to 0. Limit x tends to infinity 0 is 0. കാരണം constant function does not affect. And also limit x tends to infinity 1 by x also goes to 0. So x tends to infinity ആകുമ്പോൾ left hand side and right hand side goes to 0. So the middle part also should be go to 0. So which means that by squeeze theorem, limit x tends to infinity 1 by x square is also 0. We can use definition to prove this result as well. So let us assume that 1 by x square minus 0 is less than epsilon. We have chosen an epsilon. And x is assumed to be positive in our case, which means that 1 by x square is less than epsilon. കാരണം 1 by x square is always positive, which means that 1 by x is less than root epsilon. രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുന്നു, which implies that reciprocal എടുക്കുമ്പോൾ x is greater than 1 by root epsilon. Take this as k. So which means that whenever for every epsilon greater than 0, there exists a k such that whenever 1 by x square minus 0, which is actually modulus of f of x minus 0, is less than epsilon, for all x satisfying x is greater than k, where k is 1 by root epsilon. So this is actually the definition of limit x tends to infinity f of x. So this means that limit x tends to infinity 1 by x square is actually equal to 0. Now we can define the other case as well. Limit x tends to minus infinity f of x. So limit x tends to minus infinity ആകുമ്പോൾ x is a very small number. It should be less than any given negative number. So choose x should be less than or equal to minus 1. x minus 1-നേക്കാട്ടിലും ചെറുതാണ്. കാരണം x goes to minus infinity. x is as small as possible. Then which implies then still x square is greater than x. കാരണം x square പോസിറ്റീവും x നെഗറ്റീവുമാണ്. So 1 by x square, x നെഗറ്റീവ് ആയതുകൊണ്ട് 1 by x is still negative. Now
we are not using this inequality. X negative ആയതുകൊണ്ട് 1 by x is negative and 1 by x square is positive. Then 1 by x is always less than 1 by x square. Okay. So ഈ ഐഡിയ വെച്ചിട്ട് now 1 by x square is always positive. Okay. So we cannot use this idea to actually prove the existence of limits. Okay. Now let's formally use the definition. So consider k be any number such that k be any negative number കാരണം limit x tends to minus infinity ആകുമ്പോൾ ഉള്ള വാല്യൂ ആണ് such that x is less than k where k is negative. Okay, when x is less than k, minus x is greater than minus k. Minus k is actually positive. And squaring, which implies minus x square and which is actually equal to x square is greater than minus k square, which is actually equal to k square. And minus k the whole square and k square same ആണ്. Now, which means that 1 by x square is less than 1 by k square. Okay. Or modulus of 1 by x square minus 0 is less than 1 by modulus of k square. Modulus of k square എല്ലാം സെയിം ആണ്. Okay. So modulus of k square എന്നോ k square എന്ന് എഴുതിയാൽ മതി. This is actually epsilon. So for every epsilon which is equal to 1 by k square, we get to say we get an x which is less than k such that whenever x is less than k, modulus of 1 by x square minus 0 is less than epsilon, which is actually equal to 1 by k square. So which means that limit x tends to minus infinity 1 by x square actually equal to 0. So thus we have formally proved the result. Now, as in the previous cases, we can use sequential criteria to establish this result as well. And I will give you that as an exercise. So limit x tends to infinity, f of x is equal to L എന്ന് prove ചെയ്യാൻ വേണ്ടി we get to find for every sequence xn which goes to infinity, f of xn, if it goes to L, for every sequence which goes to infinity, f of xn goes to L ആണെങ്കിൽ we get to say that limit x tends to infinity, f is equal to L. Similarly, for every sequence xn which goes to minus infinity, if f of xn goes to L, we get to say that limit x tends to minus infinity, f is equal to L എന്ന് പറയാൻ സാധിക്കും. So you can use the sequential criteria to prove the result as well. So theorem 4.3.11, we can formally state that as a theorem, which I'll give you as an exercise. So the result is let A subsets of R, f from A to R be a function. Suppose that A infinity subset of A for some A, and the following statements are equivalent. L is equal to limit x tends to infinity f എന്ന് പറയുന്നതും for every sequence an, instead of xn we can choose an, in A intersection A infinity such that an goes to infinity, f of an goes to L. അതായത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഏതൊരു സീക്വൻസ് എടുത്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് പോവുകയാണെങ്കിൽ വി ഗെറ്റ് ടു സേ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഈസ് ഈക്വൽ ടു എൽ. സിമിലർലി ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഈസ് ഈക്വൽ ടു എൽ എന്ന് പറയണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഫോർ എവറി സീക്വൻസ് എ എൻ വിച്ച് ഗോസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എൻ ഷുഡ് ഗോ ടു എൽ. So you have to formally state those theorems and prove this. Okay, this is left as an assignment for you. Please solve it. If you have any doubt, please contact me. Thank you.